هذا النور شفاء صدور فاض وعطر كل لسان وهنا حلقات الصديق. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين നബിയ്യന അൽ ഹബീബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 3 ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 4-ാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് 3-ാമത്തെ ആയത്തിൽ പറഞ്ഞ മുഹ്സിനുകൾ ആരാണ് എന്നാണ്. ഇഹ്സാനോടുകൂടി അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തു തീർക്കുന്ന മുഹ്സിനുകൾ, അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗുണങ്ങളാണ്, 3 നന്മകളാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന 4-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം 4-ാമത്തെ ആയത്ത് നമുക്കൊന്ന് നോക്കാം. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. 3 ഗുണങ്ങളാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ യുക്തിപൂർണമായ ഈ ഖുർആൻ നമ്മുടെ മേൽ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു എന്നും മുഹ്സിനുകളായ ആളുകൾക്ക്, സൽക്കർമ്മകാരികൾക്ക്, നന്മ ചെയ്യുന്ന ആളുകൾക്ക്, സദ്വൃത്തർക്ക് കാരുണ്യവും മാർഗദർശനവുമാണ് ഖുർആൻ എന്നും 3-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ട് അല്ലദീന, യാതൊരു കൂട്ടരാണ് അവർ, ഇനി പറയാൻ പോകുന്ന ആളുകളാണ് മുഹ്സിനുകൾ. എന്നിട്ട് 1-ാമത്തെ ഗുണമായി പറഞ്ഞത് യുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ്. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നതിനാണ് യുഖീമൂന സ്വലാത്ത് എന്ന് പറയുക. നമസ്കരിക്കുക എന്ന് മാത്രമല്ല, സൊല്ലു എന്ന് പറയുന്നതിന് പകരം നമസ്കരിക്കൂ എന്ന് പറയുന്നതിന് പകരം വിശുദ്ധ ഖുർആൻ കൂടുതൽ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അഖീമുസ് സ്വലാത്ത് എന്നാണ്. നമസ്കാരം കൃത്യമായി സമയബന്ധിതമായി മുറപ്രകാരം അനുഷ്ഠിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അർക്കാനുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിൻ്റെ നെടും തൂണുകൾ 5 കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന പേരിൽ നമ്മൾ പറയാറുള്ള അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ 2-ാമത്തേത്, അഥവാ ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്നതോടുകൂടി അവൻ്റെ മേൽ നിർബന്ധ ബാധ്യതയായി തീരുന്ന ഇബാദത്താണ് നമസ്കാരം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തിൻ്റെ ഫളലുകൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. മുൻഗാമികളായ പ്രവാചകന്മാർക്കും അവരുടെ കാലഘട്ടത്തിലും നമസ്കാരം ഉണ്ടായിരുന്നു എന്നാണ് വ്യത്യസ്ത ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പ്രത്യേകതകൾ പറയുമ്പോൾ അതിൽ 1-ാമത്തേത് മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള വേർതിരിവാണ്, കരാറാണ് നമസ്കാരം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്വലാത്ത് ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള കരാർ, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം, അസ്വലാത്ത്, അത് നമസ്കാരമാണ്. നമ്മൾ നമസ്കരിക്കുന്നു എന്നതാണ് അവരിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ തറകഹ, അതിനാൽ ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഫഖദ് കഫർ, അവൻ കാഫിറായിരിക്കുന്നു എന്നാണ്, അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ നിരവധി പ്രത്യേകതകളിൽ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന 5 കാര്യങ്ങളിൽ രണ്ടാമത്തേത്, അള്ളാഹുവിങ്കൽ നാം ചെന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന കർമ്മം അത് നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി അസ്സലാത്ത്. അന്ത്യനാളിൽ ഒരു അടിമയുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് അവൻ്റെ നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനും നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ് ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാനാവുക എന്നത് മഹാഭാഗ്യമാണ്. അതിനുള്ള വ്യത്യസ്ത മാർഗങ്ങളിൽ ഒരു മാർഗമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നോക്കൂ. ഒരിക്കൽ പ്രവാചകൻ സ്വഹാബികളോട് ഒന്നിച്ചിരിക്കുന്ന സന്ദർഭം, ജരീർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദർ, ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെ പൂർണ്ണ ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കുകയുണ്ടായി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അമാ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ, ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നിങ്ങൾക്ക് വേണ്ട സുഖസൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, കാണുക തന്നെ ചെയ്യും. ലാ തുലാമൂന ഫി റുഅയതിഹി, ഒരു മറയും ഇല്ലാത്ത വിധം, ഒരു പ്രയാസവും ഇല്ലാത്ത വിധം അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും. അതിനെന്തു വേണം? ഫഇനിസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തി ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫ്അലു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു നമസ്കാരമുണ്ട്, അഥവാ സുബ്ഹ് നമസ്കാരം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു നമസ്കാരമുണ്ട്, അഥവാ അസ്ർ നമസ്കാരം. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി പുലർത്തിപ്പോരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളായി. ഒന്നാമത്തേത്, മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള വേർതിരിവാണ് നമസ്കാരം. രണ്ടാമത്തേത്, അന്ത്യനാളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്ന കർമ്മം നമസ്കാരമാണ്. മൂന്നാമത്തേത്, റബ്ബിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാൻ നമസ്കാരം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നാലാമത്തെ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അന്ത്യോപദേശങ്ങളിൽ പോലും നമസ്കാരത്തെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പും മണിക്കൂറുകൾക്ക് മുമ്പുമൊക്കെ ആവർത്തിച്ച് അവിടുന്ന് പറഞ്ഞ വാചകമായി നമുക്ക് കാണാം, അസ്വലാ അസ്വലാ, നമസ്കാരം നമസ്കാരം, അതിൽ നിങ്ങളൊരു വീഴ്ചയും വരുത്തരുത്, നമസ്കാരം കൃത്യമായി നിങ്ങൾ നിർവഹിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ 5ാമത്തെ ഒരു കാര്യം, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ കാഫിറായി മാറും എന്നതാണ്. നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കാഫിറാകുന്നൊരു കർമ്മം അത് നമസ്കാരമാണ്. ഏതൊരു കർമ്മവും നിഷേധിച്ചാൽ, ഇസ്ലാം പഠിപ്പിച്ച നന്മയെ നിഷേധിക്കുക എന്നത് കുഫറിലേക്ക് എത്തുന്ന കാര്യമാണ്. എന്നാൽ ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ പേരിൽ അവൻ കാഫിറായി തീരുകയില്ല. ഉപേക്ഷിച്ചാൽ, ചെയ്യാതിരുന്നാൽ കാഫിറായി മാറുന്ന കർമ്മം അത് നമസ്കാരമാണ് എന്നാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെ തന്നെ മുൻഗാമികൾ പ്രത്യേകം പറയാറുണ്ടായിരുന്നു, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്കസ്വലാഹ്, നമസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല, യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാമിൻ്റെ പേര് പറയാൻ പോലും, ഇസ്ലാമിലെ ഒരു ആനുകൂല്യം പിടിച്ചു പറ്റാനുമുള്ള അവകാശം, ധാർമ്മികമായ അവകാശം നമസ്കാരം ഉപേക്ഷിക്കുന്നവനില്ല എന്ന് മുൻഗാമികൾ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ അള്ളാഹു മുഹ്സിനുകൾക്കുണ്ടാകുന്ന 1ാമത്തെ ഗുണമായി പറഞ്ഞത് എന്താണ്? ആയത്തിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അല്ലദീന യുഖീമൂനസ്സലാത്ത്, അതായത് കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിച്ചു പോരുന്ന ആളുകൾ. നമസ്കരിക്കുക എന്നല്ല, മറിച്ച് നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക എന്നാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാണ്, നമസ്കരിക്കുന്ന ചില ആളുകൾക്ക് നാശം കിട്ടും. അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധയിലാണ്.
അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിർവഹിക്കുകയാണ്. പരോപകാര വസ്തുക്കൾ പോലും അവർ തടയുകയാണ് എന്ന് സൂറത്തുൽ മാഊനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല അവിടെ സൂറത്തുൽ മാഊനിൻ്റെ വിശദീകരണത്തിൽ പ്രത്യേകം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമസ്കാരത്തിൽ അശ്രദ്ധരാവുക എന്ന് പറഞ്ഞാൽ പല നിലക്കുമാകാം. കൃത്യസമയത്ത് നമസ്കരിക്കാതിരിക്കൽ, നമസ്കാരത്തിൻ്റെ ബാഹ്യരൂപം മാത്രം നിർവഹിച്ച് ശ്രദ്ധയില്ലാതെ സൂക്ഷ്മതയില്ലാതെ നമസ്കരിക്കൽ, ചൊല്ലുന്ന ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥമോ ആശയമോ ഉൾക്കൊള്ളാതെ വെറുതെ നാവുകൊണ്ട് പറഞ്ഞു പോകൽ, അതല്ലെങ്കിൽ നമസ്കാരത്തിൽ തുമഇനീനത്തില്ലാത്ത റുക്കൂഉം സുജൂദുമൊക്കെ വേഗത്തിൽ നിർവഹിക്കൽ, നമസ്കാരം സമയം തെറ്റിക്കൽ, ഇതൊക്കെ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ എന്ന ഗണത്തിലാണ് പെടുക. വിശ്വാസികളെ, നമ്മളൊരിക്കലും അങ്ങനെ ആയിക്കൂടാ. നമ്മൾ മുഹ്സിനുകളാകണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇഹ്സാനിൻ്റെ ആളുകളായി മാറണമെങ്കിൽ നമ്മൾ മുറപ്രകാരം മുഹാഫലത്തോടുകൂടി നമസ്കാരം നിർവഹിക്കണം. എന്താണ് മുഹാഫലത്തോടുകൂടി നമസ്കാരം നിർവഹിച്ചാലുള്ള ഗുണം? അഥവാ സമയം തെറ്റിക്കാതെ കൃത്യമായി വീഴ്ച വരുത്താതെ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് ഖുശൂഅോടുകൂടി തുമഇനീനത്തോടുകൂടി അടങ്ങി ഒതുങ്ങി നാം നമസ്കരിക്കുന്നുവെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണമെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹാഫള അലൈഹാ, ആരെങ്കിലും നമസ്കാരം കൃത്യമായി പുലർത്തിപ്പോന്നാൽ കാനത് ലഹു നൂറാ, അതവനൊരു പ്രകാശമായിരിക്കും, വ ബുർഹാനൻ, അവന് തെളിവും പ്രമാണവും കൂടെ ഉണ്ടാകും, വനജാത്തൻ, അവന് രക്ഷയും ഉണ്ടാകും, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. സഹോദരങ്ങളെ, നമസ്കാരം മുഹാഫലത്ത് എന്നാണ് ഉപയോഗിച്ചത്. ഹാഫല എന്നാണ് പറഞ്ഞത്. നമസ്കാരം കൃത്യമായി പുലർത്തിപ്പോരുന്ന ആളുകൾ, അവർക്ക് അതൊരു പ്രകാശമായി വെളിച്ചമായി പരലോകത്ത് അവൻ്റെ കൂടെ ഹാജരാകും. അവനൊരു പ്രമാണമായി അവൻ്റെ കൂടെ ഉണ്ടാകും. മാത്രവുമല്ല അവന് രക്ഷയും ഉണ്ടാകും. അതിൻ്റെ ബാക്കി ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നോക്കൂ, വമല്ലം യുഹാഫിൽ അലൈഹാ ലം യകുൻ ലഹു നൂർ, ആരെങ്കിലും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ അവനൊരു വെളിച്ചവും ഉണ്ടാവുകയില്ല. വലാ ബുർഹാനുൻ, അവന് പ്രമാണവും ഉണ്ടാവുകയില്ല. വലാ നജാത്ത്, അവന് രക്ഷയും ഉണ്ടാവുകയില്ല. ഇനി പറയുന്നതാണ് ഗൗരവം. പ്രവാചകൻ തുടർന്ന് പറയാണ്, വകാന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ ഹാജരാക്കപ്പെടുക മഅ ഖാറൂൻ വ ഫിർഔൻ വ ഹാമാൻ വ ഉബയ്യ് ഇബ്നു ഖലഫ്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ധിക്കാരികളെന്ന് പേരെടുത്ത് പറഞ്ഞ 4 ആളുകളോടൊപ്പമാണ് അവർ ഹാജരാക്കപ്പെടുക എന്നാണ്. നോക്കൂ, മഅ ഖാറൂൻ, മൂസാ നബിയുടെ കാലത്ത് അഹങ്കാരിയായി ധിക്കാരിയായി അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയനായ ഖാറൂനിൻ്റെ കൂടെയാണ് നമസ്കരിക്കാത്തവർ അഥവാ നമസ്കാരത്തിൽ കൃത്യത പാലിക്കാത്ത ആളുകൾ ഹാജരാക്കപ്പെടുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഓ ഫിർഔൻ, ഫിർഔനിൻ്റെ കൂടെ, ഫിർഔൻ ആരാന്ന് പറയണ്ടല്ലോ, അന റബ്ബുക്കുമുൽ അഅല, ഞാനാ നിങ്ങളുടെയൊക്കെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവനാണ്. ഓ ഹാമാൻ, ഫിർഔനിൻ്റെ മന്ത്രിയായ ഹാമാനിൻ്റെ കൂടെ. ഓ ഉബയ്യ് ഇബ്നു ഖലഫ്, പ്രവാചകൻ്റെ ശത്രുവായ വലിയ കച്ചവടക്കാരനായ ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെ കൂടെയായിരിക്കും അവൻ ഹാജരാവുക എന്നാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് സമ്പത്തും സൗകര്യങ്ങളും കുന്നുകൂടുമ്പോഴാണ് നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ തടസ്സമാകുന്നത് എങ്കിൽ അവൻ സമ്പത്ത് കൊണ്ട് നശിക്കപ്പെട്ട ഖാറൂനിൻ്റെ കൂടെയായിരിക്കും ഹാജരാക്കപ്പെടുക. ഒരാൾക്ക് അധികാരവും അതുപോലെ തന്നെ സ്വാധീനവും ലഭിച്ചപ്പോൾ എൻ്റെ കീഴിലാണ് മറ്റുള്ളവർ എന്ന തോന്നലുണ്ടായപ്പോൾ അഹങ്കാരിയായി മാറി അവൻ നമസ്കാരം സമയം തെറ്റുകയോ നമസ്കാരത്തിൽ കൃത്യത നഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഫിർഔനിൻ്റെ കൂടെയായിരിക്കും. ആർക്കെങ്കിലും തൻ്റെ ജോലിയോ ഉദ്യോഗമോ ആണ് നമസ്കാരത്തിന് തടസ്സമാകുന്നതെങ്കിൽ മന്ത്രിയായ ഹാമാനിൻ്റെ കൂടെയായിരിക്കും അവൻ ഹാജരാക്കപ്പെടുക. ഏതെങ്കിലും ഒരാൾക്ക് തൻ്റെ കച്ചവടമാണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ തടസ്സമാകുന്നതെങ്കിൽ അവൻ ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെ കൂടെയായിരിക്കും ഹാജരാക്കപ്പെടുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. അള്ളാഹു പറയാണ്, മുഹ്സിനുകൾ ആരാണ്? അല്ലദീന യുഖീമൂനസ്സലാത്ത്, നമസ്കാരം കൃത്യമായി നിർവഹിച്ചു പോരുന്നവരാകുന്നു അവർ. ഇനി രണ്ടാമത്തെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വയുതൂന സക്കാത്ത്,
അവർ സക്കാത്ത് കൊടുക്കുന്നവരുമാകുന്നു. സക്കാത്ത് നൽകുന്ന ആളുകളാണ് അവർ. സക്കാത്ത് എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം അന്നമാ, അസിയാദത്ത്, അത്വഹാറത്ത്, വളർച്ച, ശുദ്ധി, വിശുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്പത്തിന് കൃത്യമായ ഒരു അളവ് എത്തുമ്പോൾ അതിൽ നിന്ന് പാവങ്ങളായ ആളുകൾക്ക് മാറ്റിവെക്കേണ്ടുന്ന അവകാശത്തിനാണ്, നിശ്ചിത ഭാഗത്തിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ നമസ്കാരം അർക്കാനുൽ ഇസ്ലാമിലെ രണ്ടാമത്തേതാണെങ്കിൽ അർക്കാനുൽ ഇസ്ലാമിലെ മൂന്നാമത്തേതാണ് അർറുക്കുനു സാലിസ് മിൻ അർക്കാനിൽ ഇസ്ലാം. ഇസ്ലാം കാര്യങ്ങളിലെ മൂന്നാമത്തേതാണ് സക്കാത്ത് എന്നത്. വിശുദ്ധ ഖുർആൻ 30 സ്ഥലങ്ങളിൽ സക്കാത്ത് എന്ന പദം പ്രയോഗിച്ചപ്പോൾ അതിൽ 27 തവണ നമസ്കാരത്തോടൊപ്പം ചേർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കരിക്കുന്നവർ സക്കാത്തും കൊടുക്കണം എന്നർത്ഥം. ഇവിടെയും അള്ളാഹു ചേർത്തി പറഞ്ഞു, നമസ്കരിക്കുന്നവരാണവർ, സക്കാത്ത് കൊടുക്കുന്നവരുമാകുന്നു അവർ. അപ്പം നമസ്കാരത്തോളം പ്രാധാന്യം സക്കാത്തിനും നമ്മൾ നൽകേണ്ടതുണ്ട്. മുഫസ്സിറുകൾ ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ പ്രധാനമായും 3 ജോഡികളുണ്ട് എന്നാണ്. 3 ജോഡികൾ. ജോഡികളുടെ പ്രത്യേകത അതിൽ ഒന്നെടുത്ത് മറ്റേത് ഒഴിവാക്കിയാൽ അതിൻ്റെ പൂർണ്ണത ലഭിക്കില്ല എന്നതാണ്. എന്നിട്ട് അവർ ഏതാണ് ആ 3 ജോഡികൾ എന്ന് പറഞ്ഞു. ഒന്ന്, അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ പ്രവാചകനെയും അനുസരിക്കണം. അഥവാ വിശുദ്ധ ഖുർആനും പിൻപറ്റണം, പ്രവാചകചര്യയും പിൻപറ്റണം. അപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ ഖുർആൻ അനുസരിച്ച് ജീവിച്ചോളാം, ഖുർആൻ പിൻപറ്റാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഹദീസുകൾ ഞാൻ സ്വീകരിക്കുകയില്ല, പ്രവാചക വചനങ്ങൾ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവൻ ജോഡിയിൽ 1 നഷ്ടപ്പെടുത്തുക വഴി 2 നഷ്ടപ്പെടുത്തിയവനെ പോലെയാണ്. കാരണം അള്ളാഹുവിനനുസരിക്കുക, പ്രവാചകനനുസരിക്കുക, അഥവാ ഖുർആൻ സ്വീകരിക്കുക, പ്രവാചകചര്യ സ്വീകരിക്കുക എന്നത് ജോഡിയായി ചേർത്ത് അള്ളാഹു പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2ാമത്തെ ജോഡി അള്ളാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതാണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചും തേടിയും ഇബാദത്തുകൾ അർപ്പിച്ചും ജീവിക്കുകയും മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുകയും ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല, തിരിച്ചുമില്ല. കാരണം അത് ജോഡിയാണ്, 2ഉം സ്വീകരിക്കാൻ അവൻ തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന 3ാമത്തെ ജോഡി എന്താണ്? അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത്, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ സമ്പത്തിൻ്റെ കാര്യം വരുമ്പോൾ, സക്കാത്തിൻ്റെ വിഷയം വരുമ്പോൾ തൻ്റെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവരുടെ അവകാശം മാറ്റിവെക്കാൻ അവൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ ജോഡിയിൽ 1 നഷ്ടപ്പെടുത്തുക വഴി അവന് പരലോകം നഷ്ടപ്പെടുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, സക്കാത്തുമായി ബന്ധപ്പെട്ടും ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പോൾ 2ാമത്തെ ഒരു ഗുണമായി ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. സക്കാത്ത് തടഞ്ഞു വെക്കുന്ന ആളുകൾക്ക് ഖബർ ശിക്ഷയായും പരലോക ശിക്ഷയും ഇസ്ലാം എത്ര സ്ഥലങ്ങളിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കാതെ തങ്കരിച്ചു വെക്കുന്ന അവൻ്റെ സമ്പത്ത് ഖബറിൽ ഒരു പാമ്പിൻ്റെ രൂപം പ്രാപിച്ച് അവൻ ഉപദ്രവിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? നിങ്ങൾ ഒരിക്കലും മാറ്റിവെച്ച് പിശുക്ക് കാണിക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് ഖൈറിനാണ് എന്ന് വിചാരിക്കേണ്ട. ബൽ ഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് അപകടമാണ്. അത് നിങ്ങളുടെ കഴുത്തിൽ കണ്ടാഭരണമായി മാല ചാർത്തപ്പെടും, നിങ്ങൾക്കൊരു ഭാരമായി അത് അനുഭവപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മുഹ്സിനുകൾക്കുള്ള ഈ 2ാമത്തെ ഗുണം, സമ്പത്ത് അതിൻ്റെ നിസ്വാബ് എത്തുമ്പോൾ, ഓരോന്നിനും സക്കാത്തിന് ഓരോ കണക്കുണ്ട് നമുക്കറിയാലോ, അത് എത്തുമ്പോൾ അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുക എന്നത്, കൊടുത്തു തീർക്കുക എന്നത് നിർബന്ധമായും മുഹ്സിനുകളായ നമ്മൾ പാലിച്ചു പോരേണ്ടുന്ന മര്യാദയിൽപ്പെട്ടതാണ്. 3ാമത്തെ കാര്യമായി വിശുദ്ധ ഖുർആൻ അതിനോട് ചേർത്തി പറയുന്നത് എന്താണ്? വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിലാകട്ടെ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്.
വഹും ബിൽ ആഖിറ, അവർ പരലോകത്തിൽ ഹും യൂഖിനൂൻ, അവർ വിശ്വസിക്കുന്ന ആളുകളാണ്. യൂഖിനൂൻ എന്നാ പറഞ്ഞത്, യുഅ്മിനൂൻ എന്നല്ല. വിശ്വസിക്കല്ല, ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അവർ എന്നാണ് വിശുദ്ധ ഖുർആൻ മൂന്നാമത്തെ കാര്യമായി ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന സൂറത്തുൽ ലുഖ്മാനിൻ്റെ 4-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, മനുഷ്യ ജീവിതത്തിന് 4 ഘട്ടങ്ങളാണ് പ്രധാനമായും ഉള്ളത്. മനുഷ്യ ജീവിതത്തിന് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് ഫി ബത്നി ഉമ്മിഹി, അവൻ്റെ മാതാവിൻ്റെ വയറിൽ വളരുന്ന ഗർഭസ്ഥ കാലമാണ്. ഗർഭസ്ഥ ശിശുവായി അവൻ വളരുന്ന ഗർഭാവസ്ഥയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതേതാണ് ഫിദ്ദുനിയ, ഇഹലോകത്തേക്ക് ജനിച്ചു വീണ് മരിക്കുന്നതുവരെ അവൻ ജീവിക്കുന്ന അവൻ്റെ ദുനിയാവിലെ ജീവിതമാണ് ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തേതേതാണ് ഫിൽ ബർസഖി, അവൻ മരണപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെയുള്ള അതിനിടയിലുള്ള കാലയളവാണ് ബർസഖി ജീവിതം. അവൻ്റെ ജീവിതത്തിൻ്റെ 4-ാമത്തെ ഘട്ടം യൗമുൽ ഖിയാമ, അന്ത്യദിനത്തോടുകൂടി ആരംഭിക്കുന്ന പരലോക ജീവിതമാണ് എന്ന് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു കൊടുത്തു. അതെന്താ? വഹും ബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പരലോകം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. അൽ ഈമാനു ബിൽ ആഖിറത്തി ലൈസ മഅനാഹു അൻ തുഅ്മിന ബി അന്നൽ ഖിയാമ സതഖൂമു ഫഖത്ത്. ഈ ലോകം അവസാനിക്കും, എന്നിട്ട് വേറെ ലോകത്തേക്ക് മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും, അങ്ങനെ ഒരു പരലോകം വരാനുണ്ട്, ഇഹലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല പരലോക വിശ്വാസം. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ എടുത്തു കൊടുത്ത ചില വാചകങ്ങൾ ഇങ്ങനെ പറയാണ്. അതെന്താണ്? വഖദ് ദഖല ഫിൽ ഈമാനി ബിൽ യൗമിൽ ആഖിർ, അള്ളാഹു പരലോകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പരലോക വിശ്വാസത്തിൽ ഉൾക്കൊള്ളും അൽ ഈമാനു ബി കുല്ലി മാ അഖ്ബറ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യകൂനു ബഅദൽ മൗത്ത്. മരണശേഷം എന്തെല്ലാം സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം വിശ്വസിക്കൽ അതിൻ്റെ ഭാഗമാണ്. ഖബറും സിറാത്തും മീസാനും നരകവും സ്വർഗവും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചു തന്നോ മരണത്തിന് ശേഷം സംഭവിക്കുമെന്ന് അതെല്ലാം വിശ്വസിക്കണം. ഫയഷ്മുലു ഫിത്നത്തുൽ ഖബർ, ഖബറിൽ ശിക്ഷ ഉണ്ട് എന്നവൻ വിശ്വസിക്കണം. വ അദാബിൽ ഖബർ, ഖബറിൽ പരീക്ഷണവും ശിക്ഷയും. വ നഈമിൽ ഖബർ, ഖബറിൽ സന്തോഷവും. വ സിറാത്ത് വൽ ഹിസാബ് വൽ മീസാൻ, മീസാനുണ്ട്, വിചാരണയുണ്ട്. സിറാത്ത് എന്നൊരു പാലമുണ്ട്. വൽ കുത്തുബില്ലത്തി തുൻഷറു യൗമിൽ ഖിയാമ, അതുപോലെ തന്നെ അവൻ്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ രേഖ അവൻ്റെ മുന്നിൽ കിട്ടും. വഗൈരി ദാലിക്, ഇതുപോലുള്ള കാര്യങ്ങളെയൊക്കെ വിശ്വസിക്കുമ്പോഴാണ് വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്ന് പറഞ്ഞ ദറജയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാചകം എടുത്തു കൊടുത്തുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല കൊടുത്ത ചില കാര്യങ്ങൾ കൂടി നമുക്ക് ആ സമയത്ത് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ഗുണവുമുള്ള, കൃത്യമായി നമസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.